അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾക്ക് കേൾക്കണോ? തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ ഷംന എന്ന് പറയുന്നൊരു സഹോദരി പ്രസവിച്ചുത്രേ. ആ സഹോദരി പ്രസവിച്ചു, ഒരു കുഞ്ഞിന് ജന്മം നൽകി. 10 മാസം തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്നിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ സംഭവം നമ്മളൊക്കെ വാർത്തയിൽ കണ്ടതാണ്. മാത്രമല്ല, അവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രധാന കാര്യം നിങ്ങൾക്ക്, ഇതുവരെ ആ സ്ത്രീ പ്രസവിച്ച് കഴിയുന്നത് വരെ ഇത് തൻ്റെ ഭർത്താവ്, തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. സ്വന്തം ഭാര്യയുടെ കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ഭാര്യയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ഭാര്യയുടെ ഉദരത്തിൽ തൻ്റെ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് അറിയാൻ കഴിയാത്തൊരു ഭർത്താവ്, എത്രത്തോളമാണ് ഇത് കേൾക്കുമ്പോൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നത്. എന്നിട്ട് മനസ്സിലാക്കണം, ആ സ്ത്രീക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു അത്രേ, ചെറിയൊരു അസ്വസ്ഥത. ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ ഭർത്താവ് റൂമിലേക്ക് വന്നപ്പോൾ കട്ടിലിൻ്റെ അടിയിലാണത്രേ ഒരു പൊതിഞ്ഞു കിടക്കുന്ന ഒരു ചോര പൊതി കാണുന്നത്. നോക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞ്. പടച്ചുറബി, ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളെ അവസ്ഥ. ഇത് സ്വന്തം ഭർത്താവ് കാണുമ്പോഴാണ് ഇത് തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ വളർന്നൊരു കുഞ്ഞാണ് എന്നറിയുന്നത്. എന്തായിരിക്കും ആ ഒരു സംഭവത്തിൻ്റെ അവസ്ഥ? എന്നിട്ട് ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് ആ പെണ്ണിനോട് ചോദിക്കുന്ന സമയത്ത് പറയാൻ, ഒന്നിനെ വളർത്താൻ തന്നെ പ്രയാസാണ് എൻ്റെ ഭർത്താവിന്, പിന്നെ ഒരു കുഞ്ഞും കൂടിയും വളർന്നു വരുമ്പോൾ അതെങ്ങനെയാണ് ഞങ്ങൾക്ക് വളർത്താൻ കഴിയുന്നത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ഒരു അവസ്ഥ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ, ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ഭാര്യയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ലേ? ആ ഭാര്യയുടെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞ് എൻ്റെതാണെങ്കിൽ, സ്വന്തമാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവർ, എത്രത്തോളം സ്നേഹം വാത്സല്യം ഉണ്ടാകും. പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പട്ടിണിയുടെ കാരണത്താൽ പിന്നെ കുട്ടിയെ വളർത്താതെ കൊന്നു കളയുന്നതും, അതുപോലെ അല്ലെങ്കിൽ പ്രസവിക്കാതിരിക്കുന്നതും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ. പക്ഷേ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ട്, ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പ്രിയമുള്ളവർ, ഇത്രത്തോളം വലിയ സൗകര്യത്തിൻ്റെ സാധ്യതകളുള്ള കാലഘട്ടത്തിലും ഇങ്ങനെ സംസാരിക്കുന്ന ചില സഹോദരിമാർ. നമ്മുടെ കാലം എങ്ങോട്ടാണ് പോകുന്നത്? ഈയിടെ നമ്മൾ ഒരുപാട് കാണാണ് പിഞ്ചു മക്കളെ റോഡരികിൽ വലിച്ചെറിയുന്നതും പോലീസുകാരെടുത്ത് കൊണ്ടുപോകുന്നതും, പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ പിന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ വല്ലാതെ കാണുന്നുണ്ട്. എന്നാൽ ഇതും അതുപോലത്തെ ഏറ്റവും വലിയൊരു ക്രൂരമായ സംഭവമാണ്. എന്നിട്ട് ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു ചോര പൈതലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് കൊന്നു കളയാൻ കഴിയുന്നത്? ഒരു ഭാര്യയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന ഭർത്താവ്, ആ ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതൊരു കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കൊക്കെ അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അല്ലാഹു തആല ഹലാലാക്കിയതാണല്ലോ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ അവർക്ക് ഇന്ന് നമ്മുടെ ടൗണുകളിൽ, നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ ഒരു കുഞ്ഞില്ലാതിരിക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ടോ അതൊക്കെ ഇന്ന് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊക്കെ മറികടന്നിട്ട് ഗർഭിണിയായിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഭർത്താവ് അറിയാതെ കൊന്നുകളയാൻ ഒരു ഭാര്യയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഒരു ഭർത്താവിനിടെ മൗനം പാലിക്കാൻ കഴിയുമോ? എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവമാണിത്. നമുക്ക് എത്രത്തോളമാണ് ഇത് കേൾക്കുമ്പോൾ പേടിയാകുന്നത്, നമുക്ക് എത്രത്തോളമാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം വല്ലാതെ വിറങ്ങലിച്ചു പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത് നമുക്ക് അല്ലാഹു നൽകുന്ന അമാനത്തായൊരു വലിയ സമ്പത്താണ്. ആ മക്കളെ വേണ്ട രൂപത്തിൽ പരിചരിക്കലും നമ്മൾ അവരെ സംരക്ഷിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടവരാണ് നമ്മൾ മാതാപിതാക്കൾ. നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അവർ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നവരാണ്. അവർക്കിഷ്ടമുള്ളതനുസരിച്ച് ചെയ്യുന്നവരാണ്. അവർ മാതാപിതാക്കൾ തണലിൽ ജീവിക്കേണ്ടവരാണ്. എന്നാൽ മാതാപിതാക്കളാണ് സ്വന്തം മക്കളുടെ കാപാലികരായി വരുന്നത് എന്നറിയുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകാൻ. ഞാൻ മനസ്സിലാക്കുകയാണ്, ഈയിടത്ത് കുട്ടികളെ കൊന്ന രക്ഷിതാക്കളെന്ന് പറയുമ്പോൾ അത് മാതാക്കൾ മാത്രമാണ്, സ്ത്രീകൾ മാത്രമാണ്. നമ്മൾ പറയും സ്ത്രീയുടെ മനസ്സിന് അമ്മയല്ലേ അവളുടെ മനസ്സ്. പക്ഷേ മക്കളെ കൊന്നു കളഞ്ഞ കൂടുതൽ നോക്കുമ്പോഴും, അല്ലെങ്കിൽ മക്കളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നവർ നോക്കുമ്പോൾ കൂടുതലും അത് സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാലും വാത്സല്യത്തിൻ്റെ കഥകൾ പറഞ്ഞു വരുന്നതും സ്ത്രീകളാണല്ലോ. ഏറ്റവും കൂടുതൽ മക്കളെ കൊന്നു തള്ളുന്നതും അതും സ്ത്രീകളാണല്ലോ. എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു പോക്ക് എന്ന് പറയാൻ നമുക്കാർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ജീവിതം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നമ്മുടെ അമാനത്തായ നമ്മുടെ സ്വത്ത്, അത് നമ്മൾ തിരിച്ച് റബ്ബിന് കൊടുക്കേണ്ടതാണെന്നുള്ള ഉത്തമമായൊരു ബോധം നമുക്ക് വേണം. എന്നിട്ട് വേണം നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.
അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കാലം കൊണ്ട് നമ്മൾ പരാജയപ്പെടും. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ കുട്ടി പറയാണ്, പടച്ചോനെ എന്നെ കൊന്നത് ഈ അമ്മയാണ്, എൻ്റെ മരണം എൻ്റെ അമ്മ കാരണം കൊണ്ടാണ്, എൻ്റെ ഉമ്മ കാരണം കൊണ്ടാണെന്ന് ആ പിഞ്ചു പൈതൽ റബ്ബിൻ്റെ മുമ്പിൽ പരാതി പറയുന്നത് ആലോചിച്ചോക്കൂ നിങ്ങൾ. എത്ര വലിയ വേദനയായിരിക്കും, എത്ര വലിയ പ്രയാസമായിരിക്കും അത്, അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലേ? അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളും നമ്മളും എല്ലാവരും പരാജയപ്പെട്ടു പോകും. സമൂഹത്തിൽ നമ്മൾ തന്നെ വലിയ ഒരു വിഡ്ഢികളായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ കേട്ടപ്പോൾ ഏറെ സങ്കടപ്പെട്ടു പോയി, കണ്ണ് നിറഞ്ഞു പോയി. ഒരു അമ്മ, അവിടെയും ഭർത്താവിൻ്റെ ഭാഗത്തും ഫാൾട്ട് കാണുന്നുണ്ട്, ഭാര്യയുടെ ഭാഗത്തും ഫാൾട്ട്, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. ഇത്രയുമായിട്ടൊരു ഭർത്താവ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ ആലോചിച്ചോ കളികൾ. അല്ലെങ്കിൽ അവർ കളവ് പറയുന്നതായിരിക്കും, കുടുങ്ങിയപ്പോൾ കളവ് പറയുന്നതായിരിക്കും, എല്ലാവരും ഒത്തു നിൽക്കുന്നതായിരിക്കും. എന്താ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ആ കുഞ്ഞിന് അള്ളാഹു തആല നന്മ അള്ളാഹു നൽകി പരലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ മക്കളുണ്ടല്ലോ, നമ്മുടെയൊക്കെ ബന്ധപ്പെട്ടവരുണ്ടല്ലോ, അതുകൊണ്ട് അവരുടെയും ജീവിതം എന്താകുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ അവിടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, നമ്മുടെ നന്മയാർന്ന ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, നമ്മൾ ജാഗ്രത പാലിക്കുക, നമ്മളെ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.